ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് BR സോളോ വേഴ്സസ് സ്ക്വാഡാണ്. അപ്പോൾ ഇതിൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കളിയിലേക്ക് പോവാം. നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്, ഓട്ടോമാറ്റും അക്സെപ്റ്റ് റിക്വസ്റ്റൊക്കെ മാറ്റി നമ്മൾ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കളിച്ചിട്ട് ബൂയി അടിക്കുമെന്ന് നോക്കാം. ബൂയി അടിക്കണമെന്നൊന്നുമില്ല, ടോപ്പ് 10 എത്തണം, അതാണ് എൻ്റെ ആഗ്രഹം. എന്തായാലും ഒരു 5 കില്ല് ഉണ്ടാവണം. അപ്പം നമ്മൾ കളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇത് സോളോ വേഴ്സസ് സ്ക്വാഡ് തന്നെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഡിസ്ലൈക്കൊക്കെ ചെയ്യുക. നമുക്ക് ഇവിടെ വീഡിയോ വെച്ച് കളിക്കാം കുറച്ച് നേരം. അപ്പോൾ ഇങ്ങനെ വീഡിയോ വെച്ച് കളിക്കാൻ നല്ല രസമാണ്. നമുക്ക് വേറെ ആരും വേണ്ട, അതുകൊണ്ട് ആണ് ഞാൻ ഇങ്ങനെ സോളോ വേഴ്സസ് സ്ക്വാഡ് ഇട്ട്, അല്ലെങ്കിൽ ഞാൻ സാധാ സോളോ ഇട്ടേനെ. നമുക്കിതൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് തോന്നി, അപ്പോൾ ഞാൻ സോളോ വേഴ്സസ് സ്ക്വാഡ് ഇട്ടു എന്നുള്ളൂ. അപ്പോൾ ദൈവനോട്ട് നേടുന്നുണ്ട്, തലയ്ക്ക് കയറിയില്ല. അപ്പോൾ നമുക്ക് പ്ലെയിനിൽ അവിടെയാണ് എൻ്റെ ഫേവറേറ്റ് പ്ലേസ്. സെക്കൻഡാണ് ഈ പീക്കൊക്കെ വരുള്ളൂ. എനിക്ക് കൊട്ടാട്ട ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ആകുമ്പോൾ വലിയ ഇതായിട്ട് എനിമീസ് അധികം ഉണ്ടാവാറില്ല. സോളായിട്ട് കളിക്കുകയാണെങ്കിൽ അവിടെ നിറച്ച് എനിമിയായിരിക്കും. ഇവിടെ ഇറങ്ങി എൻ്റെ കൂട്ടുകാരന്മാരും എല്ലാവരും കൂടി ബൂയി അടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇറങ്ങാൻ മിക്ക കളി ഞങ്ങൾക്ക് സ്ക്വാഡായിട്ട് കളിക്കുമ്പോൾ മിക്ക കളിയും ഞങ്ങൾ ബൂയി അടിക്കാറാണ് പതിവ്. അപ്പോൾ ഇത് ബൂയി അടിക്കട്ടെ എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ഇത് കിങ് ഫിഷർ മാറ്റാം. UMP ഉണ്ട്, എനിക്കിത് വെച്ച് കളിക്കാറില്ല, എന്നാലും വേറെ ഗൺ വരുമ്പോൾ മാറ്റാം. ഇവിടെ എനിമിയൊന്നും അധികം ഇല്ല, അതാണ് നല്ലത്. കത്താനൊക്കെ കിട്ടിയിട്ടുണ്ട്, ബാഗൊക്കെ ഉള്ളതാണ്. റിപ്പയറിങ് കിറ്റ് അങ്ങ് എടുക്കുക. നമുക്ക് അപ്പുറത്തേക്ക് പോവാം. മാക്സ് 7 ഹായ്. ഇത് ഞാനിനി മാറ്റൂല, ഓഗ് മാറ്റിയാൽ മാക്സ് 7 മാറ്റൂല. എൻ്റെ പേരറിയില്ലാത്തവരോട് ഞാൻ പറയുകയാണ്, എൻ്റെ പേര് ഇന്ദ്രജിത്ത് എന്നാണ്. ക്ലാസ് 6. അടുത്ത റിപ്പയറിങ് കിറ്റ്. എനിമി ഉണ്ടല്ലോ, എനിമി. അയ്യോ, ആ മേളിലേക്ക് വരുമ്പോൾ നേരം അടിക്കാം നമുക്ക്. എന്നാ വരാത്ത? അതെ വന്നു. ഇപ്പം അടിക്കണ്ട, വേണ്ട അടിക്കണ്ട. അവൻ താഴത്തേക്ക് ചാടി. അപ്പം അവൻ്റെ തലക്കിട്ട് കൊടുക്കാൻ പറ്റും. തലക്കിട്ട് ഒരെണ്ണം കൊടുക്കാം, അത്രേ ഉള്ളൂ. പറ്റും. അവനെന്നെ അടിക്കാൻ പാടില്ലേ? അല്ലേ, വെട്ടവനെ. അവൻ്റെ ടീമേറ്റ് ചോദിക്കാൻ പറ്റും. അവരുടെ അടിയാണ്. പുതിയ പാരഫില്ലോ, നമ്മൾ പാരഫില്ല് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ കെയർഫുൾ ആവണം, അവൻ്റെ ടീമേറ്റ് വരാൻ ചാൻസ് ഉണ്ട്. തോന്നുന്നുണ്ട് വരുമെന്ന്. ഇനി മേളിലേക്ക് കയറി വിളിച്ച് കാര്യമില്ല, വണ്ടോ എന്തോ. ഒളിച്ചിന്ന് കളിക്കാം നമുക്ക്. കാര്യം എനിക്ക് ഒളിച്ചിരിക്കണ ഇഷ്ടമല്ലെങ്കിലും വലിയ ഇഷ്ടമല്ല, എന്നാലും ഞാൻ ഒളിച്ചിന്ന് കളിക്കാം. കാറ്റിന് വേണ്ട സൗണ്ട് ഞാൻ കേട്ടായിരുന്നു. അവനെ അങ്ങ് നമ്മൾ വെട്ടി നല്ല അടിച്ച് പൊട്ടിക്കണ്ട. സമയമൊക്കെ കഴിഞ്ഞു. അവനെന്നാ ചെയ്യണ്ടേന്നറിയോ? നിന്റെ ടീമേറ്റ് എന്താടാ, വന്നില്ലായിരിക്കുമോ? അപ്പം അവൻ്റെ ടീമേറ്റ് വരുമെന്ന് എനിക്ക് തോന്നല. Wow! Full teams back from the ashes. ഇവിടെ ചുമ്മാ കുത്തിയിരിക്കണേലും വേഗം താഴത്തേക്ക് പോണതാണ്. ഇത് തന്നെ വീണ്ടും മെസ്സേജൊക്കെ ഉണ്ട്. ഇവിടെ തോക്ക് മാറ്റി കളിക്കാം, അല്ലെങ്കിൽ താഴത്തേക്ക് പോവാം. ഇവിടെ ഇനി എനിമി വരുമെന്ന് എനിക്ക് തോന്നണ്ട. താഴത്തേക്ക് പോയി അപ്പുറത്തെ വീട്ടിലേക്ക് അതാണ് നല്ല. വെറുതെ ഇവിടെ നിന്ന് വട്ടം കറങ്ങിയിട്ട് എന്നാ കാര്യമുണ്ട്?
കുറച്ച് നേരം കൂടി നിന്നിട്ട് താഴത്തേക്ക് പോവാം. ഇനി ഇവിടെ നിൽക്കണ്ട, ഞാൻ താഴത്തേക്ക് പോവാം. വെറുതെ ലൂട്ടൊക്കെ നോക്കിയിട്ട് എൽ ഷേപ്പിലേക്ക് വിടാം നമുക്ക്. ഇവിടെ മറ്റേ ഈ സംഭവമൊക്കെ കിട്ടി. എന്നാ നമ്മളടിക്കേണ്ട എനിമിനെ കൊല്ലണം മിഷൻ. നമ്മൾ എൽ ഷേപ്പിലേക്ക് എന്നെ വെച്ചുകൊണ്ട് പോവുകയാണ്. അവിടെ എനിമി ഉണ്ടെങ്കിൽ നമുക്ക് അവനെ തീർക്കാം. ഇവിടെ എനിമിയൊന്നുമില്ല, അപ്പം പേടിക്കാനൊന്നുമില്ല. നമുക്ക് താഴത്തേക്ക് ചാടുക, അല്ലെങ്കിൽ ഇവിടെ കിടന്നുകൊണ്ട് 4x സ്കോപ്പ് വാങ്ങാം. കിടക്കാൻ പറ്റുള്ളല്ലോ. കിടന്നു. ഇനി നമുക്ക് 4x സ്കോപ്പ് വാങ്ങാം, മറ്റേ പവർ വെച്ച്. 4x സ്കോപ്പ് എടുത്തിട്ടുണ്ട്. ഓക്കെ, സോൺ വണ്ട് എങ്ങനെയും പോകണം. എനിമി. അയ്യോ, അവൻ്റെ ടീമേറ്റാണെന്ന് എനിക്ക് തോന്നി. അയ്യോ, നമ്മുടെ വീട്ടിലേക്ക് തന്നെയല്ലോ. അങ്ങോട്ട് തന്നെയാണ്. നമുക്ക് അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോൾ പോവാം. ഇവിടെ ഒളിച്ച് എന്നിട്ട് പോവാം. ഇവിടെ കയറി രണ്ടും കൽപ്പിച്ചങ്ങ് പോവാം നമുക്ക്. സൗണ്ട് ഓക്കെ അല്ലാന്ന് തോന്നി, അതുകൊണ്ട് സൗണ്ട് കൂട്ടിയിട്ടുണ്ട് നമ്മൾ. ഇനിയിപ്പോൾ ആ വീട്ടിലേക്ക് അവിടെ ഇനിമയൊന്നുമില്ല. മരത്തിൻ്റെ മറവിലൊക്കെ നിന്ന് പയ്യെ പോവാം. ഇതിൽ കൂടെ ചാടിയാൽ മരത്തിൻ്റെ പുറകേക്ക്, അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് സ്കോപ്പ് ഇടണ്ട, എനിമി ഇല്ല. അതുകൊണ്ട് അങ്ങനെ നമ്മൾ മരത്തിൻ്റെ മറയിലേക്ക് ഇരുന്ന് പോവുക. ആ കാറ് കണ്ടുകൊണ്ടാണ് ഇരുന്ന് പോകണം, അല്ലെങ്കിൽ ഓടിയനെ ഞാൻ. വെറുതെ റിസ്ക്കാണ്. ഇവിടെ എനിമയൊന്നുമില്ല. ഇനി മേളിലേക്ക് ചുറ്റിനും നോക്കിക്കൊണ്ട്, അല്ലേ ശരിയാവൂല. എനിമി ഉണ്ടോ നോക്കാം. എനിമി ഉണ്ടാവും. നമ്മൾ കാറ് എനിമയൊന്നുമില്ല. അപ്പം നമുക്ക് ആ വീടിൻ്റെ അവിടെ പോയി അടുത്ത സോണിൻ്റെ ബോക്സ് വാങ്ങാം. ഇൻഫോ ബോക്സ് അങ്ങനെ എന്താണ്ടും പറഞ്ഞുള്ള സാധനം, അത് വാങ്ങാം. ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഇവിടെ അങ്ങ് ഇരുന്നിട്ട് വാങ്ങാം. ആദ്യം തന്നെ സോൺ എവിടെയാണെന്ന് നോക്കണം അല്ലേ. അങ്ങനെ ഇൻഫോ ബോക്സ് കണ്ടു, അത് വാങ്ങി. ഇനി നമ്മൾ ഇനി സ്നെല്ലേക്ക് ലൊക്കേഷൻ ഇട്ടിട്ട് അങ്ങോട്ട് പോവാം. നമ്മളങ്ങനെ നടക്കുകയാണ്. ഇവിടെ ഇനി ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എല്ലാവരും ഓടിയുണ്ടാവും, എല്ലാവരും പോയുണ്ടാവും. പീക്കിലേക്ക് പോയിട്ട് പോവാം. ഹോമറായിരുന്നോ, പേടിച്ചു പോയി. അപ്പം ദൂരത്ത് ഇനിമി ഉണ്ട്. ഇവിടെ ഇരിക്കുക. ഇൻഹേലർ അടിക്കാം. എന്നാ പറ്റാത്ത കുറച്ച് നേരം അകത്തേക്ക് പോവാം. അതാ നല്ല. തന്നെ കുത്തി പിടിക്കണം അവൻ്റെ. അവനെ ഡാം കിട്ടിയുണ്ടാവും, മെഡിക്കറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്. അന്നേരം നമുക്ക് കൊല്ലാവനെ. നമ്മൾ ഉള്ളിൽ കൂടെ ചാടി ഓടി. എന്തി അവൻ മെഡിക്കറ്റ് അടിക്കണ്ടാവും. ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിലായിരുന്നു എന്നെ സോൺ കൊന്നേ. ഒരുമാതിരി സോൺ വേഗം അങ്ങോട്ട് കയറിപ്പോയി. നമ്മളങ്ങനെ മെഡിക്കറ്റ് അടിച്ച് സെറ്റാക്കി പൈസയൊക്കെ എടുക്കാം. പൈസ എടുത്തിട്ട് നമുക്ക് ആ വഴി അങ്ങ് പോവാം. മറ്റേ സിബ്ലൈൻ കയറാം. ഇതെന്നെ ചാടിയിട്ടാവാത്തേ. അങ്ങനെ നമ്മളിപ്പോൾ ആഷ്നെല്ലാം ഉന്നം വെച്ചുകൊണ്ട് ഓടുക. വേറെ ഇതൊന്നുമില്ല, വേറെ പണിയൊന്നുമില്ല. സോളോ വേഴ്സസ് സ്ക്വാഡ് ആയതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാനിതിപ്പോൾ ആദ്യമായിട്ടാണ് 4 കില്ലെടുക്കണേ, അല്ല 3 കില്ലെടുക്കണേ. 4 കില്ലാവുമായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. 5 കില്ലാണ്. 5 കില്ലെടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പ്ലസ് കിട്ടണം, ഒരു 20ന് മേളിൽ പ്ലസ് കിട്ടണം.
അല്ലെങ്കിൽ എനിക്ക് സങ്കടമാവും. 3 കില്ലെടുത്തല്ലേ. നമ്മളങ്ങനെ സിബ്ലിങ് ചെയ്തു. ഇവിടെ അങ്ങ് ചാടാം. ലൈഫ് പോയില്ലാന്ന് തോന്നുന്നുണ്ട്. ഞാൻ ചെറുതാക്കിയിട്ടേക്ക്, അതുകൊണ്ട് എനിക്ക് വലിയതായിട്ട് കണ്ണുപിടിക്കൊന്നുമില്ല. ഇവിടെ എനിമി ക്ലോക്ക് ടവറിൽ എനിമി എപ്പോഴും ഉണ്ടാവുമല്ലോ. നോക്കാം എന്നാ സംഭവം. ഇടയ്ക്കിടയ്ക്ക് ഓൾ ടീംസ് ബാക്ക് റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് കേൾക്കണ്ട. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയത്തെയൊക്കെ സൂപ്പറാണ്. എനിമി ഉണ്ടോയെന്നറിയാനുള്ള ഈ എന്നെ മേളിലേക്കൂടെ പോണ സാധനം വന്നു. എനിമിയുണ്ട്. അവനെ കൊല്ലാം. അവനെ ഞാൻ തന്നെ കൊല്ലും. വേറെ ആരും കൊല്ലാൻ പറ്റൂല. 2 പേരുണ്ടല്ലോ. ഇതേ പോയതാ അവൻ താഴെ. അവനെ കൊല്ലാം. ഓ, മേളിൽ എനിമിയുണ്ട്. മേളിലത്തന്നെ തന്നെ അവനെ തീർത്താ. ഇവിടെ കുറേ പേരുണ്ട്. ഇപ്പോൾ ചാവുന്ന എനിക്ക് തോന്നുന്നു. അവനെ അങ്ങ് ഞാൻ തീർത്തു. എന്നാ സാധനം അത്. ഇത് തീക്കടയും നമുക്ക് കേൾക്കൂലേ? അതൊരു പ്രോബ്ലം ആണ്. മറ്റവനിപ്പോൾ കയറി വരാൻ ചാൻസ് ഉണ്ട്. അവനെ അടിക്കാം. Flaming glory away. Who's going to bring home the trophy? ഒന്നും പറ്റിയില്ല. Do you feel the heat? അപ്പോൾ The നമ്മൾ arena is 4 getting കിലോടെ crazy. 26 ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത്. പിന്നെ ചാനലും കൂടി ഒന്ന് സബ് അടിച്ചോളുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ.